മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളം ഭയപ്പെടേണ്ട ഒരു മുദ്രാവാക്യമാണ് ഇന്നലെ നമ്മൾ തൊടുപുഴയിൽ കേട്ടത്. ആ മുദ്രാവാക്യം ഇങ്ങനെ: മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കിയത് എന്ന് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറയുന്നു. മറുവശത്ത് വെള്ളാപ്പള്ളി കലിപ്പിലാണ്. KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുകയാണ് ഇപ്പോഴും വെള്ളാപ്പള്ളി. കേരളത്തിലെ പ്രബല വിഭാഗങ്ങളാണ് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളിയും. ഒരുപക്ഷെ ആദ്യമായിരിക്കാം ഒരു മുഖ്യമന്ത്രി ഇവരെ വെല്ലുവിളിച്ചുകൊണ്ട് അധികാരത്തിലെത്തിയത്. ഒരു സമുദായ സംഘടനാ നേതാക്കൾക്ക് മുന്നിൽ താൻ മുട്ടുവളക്കില്ല എന്നാണ് വി.ഡി. സതീശൻ നേരത്തെ പ്രഖ്യാപിച്ചത്. 2011-16 കാലഘട്ടം അന്ന് ഉമ്മൻചാണ്ടിയായിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. മന്ത്രിസഭ രൂപീകരണ വേളയിൽ വി.ഡി. സതീശനെ മന്ത്രിയാക്കുമെന്നാണ് പൊതുവെ പ്രതീക്ഷിച്ചത്. എന്നാൽ ഐ ഗ്രൂപ്പ് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ മുന്നിൽ നൽകിയത് മറ്റൊരു പേര്, ശിവകുമാറിൻ്റെ. എന്തുകൊണ്ട് VS ശിവകുമാറിൻ്റെ പേര് ഐ ഗ്രൂപ്പ് നൽകി എന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി അന്വേഷിച്ചു. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് തങ്ങൾ ശിവകുമാറിനെ മന്ത്രിയാക്കുന്നത് എന്നായിരുന്നു ഐ ഗ്രൂപ്പിൻ്റെ വിശദീകരണം. മന്ത്രിസഭയിൽ ഉൾപ്പെടാതെ അന്ന് ഹൃദയവേദനയോടെ വി.ഡി. സതീശൻ പറഞ്ഞു: ഞാൻ ഒറ്റയ്ക്ക് പടവെട്ടി വന്നതാണ്, എനിക്കൊപ്പം ആരുമില്ല. മന്ത്രിസഭാ ലിസ്റ്റിൽ നിന്ന് തൻ്റെ പേര് വെട്ടിമാറ്റിയ സുകുമാരൻ നായരോട് അന്ന് തുടങ്ങിയ പകയാണ് വി.ഡി. സതീശൻ്റെ ഉള്ളിൽ. പിന്നീട് ഒരിക്കൽ പോലും NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ മുന്നിൽ തലകുനിക്കാൻ വി.ഡി. സതീശന് കിട്ടിയിട്ടില്ല. സമാനമാണ് വെള്ളാപ്പള്ളി നടേശന്റെ മുന്നിലും നട്ടെല്ലുയർത്തി സതീശൻ നിന്ന് നിപ്പ്. വെള്ളാപ്പള്ളിയെയും സുകുമാരൻ നായരെയും ഒക്കെ മറികടന്ന് ഒരു മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കുക തന്നെയാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളുടെയും സ്വപ്നം. എന്നാൽ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വികാരം വ്രണപ്പെടുത്തരുത്. അത് വ്രണപ്പെടുത്തിയാൽ ഈ മന്ത്രിസഭയെന്നല്ല ആരും നിലനിൽക്കില്ല. ഒരുപാട് അനുഭവങ്ങളുണ്ട് നമുക്ക് മുന്നിൽ. എന്നാൽ അതൊക്കെ മറന്നിരിക്കുകയാണ് ഇന്നലെ തൊടുപുഴയിൽ നടന്ന യൂത്ത് ലീഗ് പ്രകടനം. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിൻ്റെ സന്തോഷത്തിലാണ് യൂത്ത് ലീഗ് പ്രകടനം നടത്തിയത്. പാണക്കാട് ലീഗാണ് പറയുന്നത് വെള്ളാപ്പള്ളി, തെമ്മാടി തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ. തൊടുപുഴയിൽ വർഗീയത വിളമ്പുന്ന ഇത്തരം മുദ്രാവാക്യങ്ങൾ മുഴക്കിയ ഇടുക്കി ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയെ പിരിച്ചുവിട്ടു എന്ന് മുസ്ലിം ലീഗ് പറയുന്നു. യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി P.K. ഫിറോസാണ് ഇക്കാര്യം വാർത്താമാധ്യമങ്ങളിലൂടെ അറിയിച്ചത്. പാർട്ടിയുടെ അച്ചടക്കത്തിനും അന്തസ്സിനും നിരക്കാത്ത രീതിയിലും പ്രകോപനപരമായും മുദ്രാവാക്യം മുഴക്കിയതിനും പ്രകടനം നടത്തിയതിനുമാണ് അവരെ സസ്പെൻഡ് ചെയ്തത് എന്ന് P.K. ഫിറോസ് പറഞ്ഞു. ആരാടാ ഈ വെള്ളാപ്പള്ളി, ഏതവനാടാ സുകുമാരൻ? ലീഗ് ഭരിക്കും കേരള മണ്ണിൽ, ലീഗ് പറയും നിയമങ്ങൾ. വെള്ളാപ്പള്ളി, തെമ്മാടി വല്ലാതങ്ങ് ചൊറിയല്ലേ? SNDP NSS നേതൃത്വങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഈ പ്രകടനം. അത്യന്തം പ്രകോപനപരമായിരുന്നു ലീഗ് പ്രകടനത്തിലെ മുദ്രാവാക്യങ്ങൾ. ഇതിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നു. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചത് മുസ്ലിം ലീഗിൻ്റെയും ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള മറ്റ് ഇസ്ലാമിക് സംഘടനകളുടെയും സമ്മർദ്ദഫലമായിട്ടാണ് എന്ന് വിശ്വസിക്കുന്നവരേറെയാണ് കേരളത്തിൽ. ലീഗിൻ്റെ നോമിനിയായ സതീശൻ കേരളം ഭരിക്കുമ്പോൾ ഇനി അങ്ങോട്ട് ഇതുപോലുള്ള വിക്രിയകൾ ധാരാളം കാണാം എന്ന് സോഷ്യൽ മീഡിയയിൽ പലരും കുറിക്കുന്നു. മുഖം രക്ഷിക്കാനാണ് ഇടുക്കി ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയെ സസ്പെൻഡ് ചെയ്തത് എന്ന് സോഷ്യൽ മീഡിയയിൽ പരിഹസിക്കുന്നവരുമുണ്ട്. NSSനോടും SNDPയോടും സമവായം പുലർത്തുന്ന വ്യക്തിയാണ് രമേശ് ചെന്നിത്തല. NSSനോട് വലിയ അടുപ്പം പുലർത്തുന്നു KC വേണുഗോപാൽ. ഇവർ രണ്ടുപേരെയും മറികടന്ന് വി.ഡി. സതീശനിലേക്ക് ജനവികാരം ഒഴുകിയെത്തിയതിനു പിന്നിൽ മുസ്ലിം സമുദായത്തിൻ്റെ പൂർണ്ണ പിന്തുണയുണ്ട് എന്ന് ലീഗ് വിശ്വസിക്കുന്നു.
മുസ്ലിം ലീഗ് ശക്തമായ സമ്മർദ്ദമാണ് സതീശന് വേണ്ടി ഡൽഹിയിൽ നടത്തിയത്. പ്രിയങ്ക ഗാന്ധിയോട് ഇനി വയനാട്ടിലേക്ക് വരേണ്ട എന്ന മട്ടിൽ പോലും ലീഗ് പ്രതികരിച്ചുവെന്നാണ് മാധ്യമ വാർത്തകൾ. വി.ഡി. സതീശന് മുഖ്യമന്ത്രി പദം നൽകിയില്ല എങ്കിൽ കേരളത്തിൽ ശക്തമായ പ്രതികരണങ്ങളുണ്ടാവും എന്ന് ലീഗ് ഭയപ്പെടുത്തി. ക്യാബിനറ്റിലേക്ക് തങ്ങളില്ല എന്ന കർക്കശ നിലപാടും ലീഗ് സ്വീകരിച്ചു. ലീഗിനെ ഒരു തരത്തിലും അനുനയപ്പെടുത്താൻ കഴിയാതെ വന്നതാണ് കെ.സിയുടെ പരാജയ കാരണം. എന്നാൽ ലീഗിൻ്റെ ഈ കടുംപിടുത്തത്തിൽ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായതിനു പിന്നാലെ വി.ഡി. സതീശൻ തങ്ങളുടെ നോമിനിയാണ് എന്ന തരത്തിൽ ചില പ്രതികരണങ്ങളും ലീഗ് കേന്ദ്രങ്ങളിൽ നിന്ന് വന്നു. 22 MLA-മാരുള്ള മുസ്ലിം ലീഗ് ഇക്കുറി 5 മന്ത്രിമാരെ വേണമെന്ന് വാശി പിടിക്കുന്നു. മുസ്ലിം ലീഗിൻ്റെ ഈ വാശിക്ക് മുന്നിൽ വി.ഡി. സതീശൻ വഴങ്ങുമോ എന്ന ചോദ്യം പൊതുവെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉയരുന്നുണ്ട്. വലിയ സമ്മർദ്ദമാണ് വി.ഡി. സതീശൻ നേരിടുന്നത് എന്ന് വ്യക്തം. കെ.സി. വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയും മറികടക്കാൻ മുസ്ലിം ലീഗിൻ്റെ അമിത സ്വാധീനം വി.ഡി. ഉപയോഗിച്ചു എന്നതാണ് ഇപ്പോൾ വി.ഡിക്ക് വലിയ സമ്മർദ്ദത്തിനുള്ള കാരണമായി തീർന്നത്. വളരെ സൂക്ഷ്മതയോടെ ഭരണം മുന്നോട്ട് പോയില്ല എങ്കിൽ NDA BJP മുന്നണി കൂടുതൽ കരുത്താർജിക്കും കേരളത്തിൽ. അതിൻ്റെ സൂചനകൾ കണ്ടു തുടങ്ങി. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായതിനെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഇഷ്ടപ്പെടുന്നു. ഭാവി തലമുറയ്ക്ക് യുവതയ്ക്ക് കൃത്യതയോടെ ഒരു പ്രതീക്ഷ നൽകിയാണ് വി.ഡി. സതീശൻ്റെ കടന്നുവരവ്. എന്നാൽ സതീശൻ തങ്ങളുടെ സൃഷ്ടിയാണ് എന്ന തലത്തിൽ മുസ്ലിം ലീഗ് ചിന്തിച്ചു തുടങ്ങിയാൽ കാര്യങ്ങൾ അടിമുടി മലക്കമറിയും. മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഈ പ്രകടനത്തിനെതിരെ ശക്തമായ പ്രതികരണമാണ് BJP കേന്ദ്രങ്ങൾ നടത്തുന്നത്. ഇനി അങ്ങോട്ട് ലീഗിൻ്റെ കാലമായിരിക്കും എന്നവർ കേരളത്തെ ഓർമ്മപ്പെടുത്തുന്നു. ലീഗിന് വഴങ്ങി കെ.സിയെ വെട്ടി രമേശ് ചെന്നിത്തലയെ വെട്ടി വി.ഡി. സതീശനെ വാഴിച്ചു എന്ന തലത്തിലുള്ള വിശദീകരണങ്ങൾ മുസ്ലിം ലീഗും മുസ്ലിം സമുദായ സംഘടനകളും ഒഴിവാക്കണം. ഇത്തരം പ്രകടനങ്ങൾ ഒരു കാരണവശാലും കേരളത്തിൻ്റെ മണ്ണിൽ അരങ്ങേറരുത്. അതൊക്കെ വലിയ വർഗീയ ധ്രുവീകരണത്തിനിടവരുത്തും. പ്രബലമായ 2 സമുദായ സംഘടനകളെ പ്രതിനിധീകരിക്കുന്നവരാണ് വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും. നമുക്കവരോട് വ്യക്തിപരമായ അമർഷമുണ്ടാകാം, വ്യക്തിപരമായ വിയോജിപ്പുകളുണ്ടാകാം. എന്നാൽ ഒരു സമുദായ സംഘടനയെ തെരുവിലിട്ട് അപമാനിച്ചാൽ അവരുടെ ഹൃദയം വേദനിക്കുമെന്ന് എന്തുകൊണ്ട് ഇക്കൂട്ടർ മനസ്സിലാക്കുന്നില്ല? മുസ്ലിം ലീഗിന് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായാൽ അവർക്ക് ആഹ്ലാദിക്കാം, ആഹ്ലാദ പ്രകടനവും നടത്താം. അതിൻ്റെ പേരിൽ മറ്റുള്ളവരുടെ നെഞ്ചത്ത് കയറി പൊങ്കാലിയിടുന്നതാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളെ ചൊടിപ്പിക്കുന്നത്. ഇതൊക്കെ ഒടുവിൽ സതീശന് വലിയ ബാധ്യതയായി മാറും. കോൺഗ്രസിൻ്റെ ഘടകകക്ഷിയാണോ ലീഗ് അഥവാ ലീഗിൻ്റെ ഘടകകക്ഷിയാണോ കോൺഗ്രസ് എന്ന ചോദ്യം ചിലർ പരിഹാസത്തോടെ സമൂഹ മാധ്യമങ്ങളിൽ ഉയർത്തുന്നു. മന്ത്രിസഭ രൂപീകരണ വേളയിലും കടുത്ത സമ്മർദ്ദം ലീഗിൽ നിന്ന് നേരിടുകയാണ് വി.ഡി. സതീശൻ. കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് സമാനതകളില്ലാത്ത സമ്മർദ്ദം നേരിടുന്ന സതീശനെ സംബന്ധിച്ച് ലീഗിനെ ഒപ്പം നിർത്തേണ്ട ധാർമ്മിക ബാധ്യതയുമുണ്ട്. 43 MLA-മാർ ഇപ്പോഴും കട്ടയ്ക്ക് കെ.സിക്കൊപ്പമാണ് നിൽക്കുന്നത്. തനിക്ക് 8 മന്ത്രിസ്ഥാനം തൻ്റെ ആളുകൾക്കായി മാറ്റിവെക്കണമെന്ന് കെ.സി വാശി പിടിക്കുന്നു. പത്തി വിരിച്ചിന്ന് കെ.സി തിരുവനന്തപുരത്തുമെത്തി. ഇതിനിടയിൽ മുസ്ലിം ലീഗിനെ അനുനയിപ്പിച്ച് അവർ ആവശ്യപ്പെടുന്ന മന്ത്രിസ്ഥാനം നൽകി അവരെ ഒപ്പം നിർത്തുന്ന തന്ത്രമാണ് സതീശൻ പുറത്തെടുത്തിരിക്കുന്നത്. തുടക്കം ഗംഭീരമായി, ഇനി സംഭവിക്കുന്നതും സംഭവിക്കാനിരിക്കുന്നതും നല്ലതെന്ന് ചിലർ സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നു. ഇപ്പോഴാ തൃപ്തിയായത് എന്ന് പറയുന്നവരുമുണ്ട്. കാര്യങ്ങൾ അപകടാവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്ന് സൂക്ഷ്മതയോടെ നോക്കണം. കാരണം വി.ഡി. സതീശനെ തങ്ങളാണ് മുഖ്യമന്ത്രിയാക്കിയത് എന്ന് അഭിമാനിക്കുന്നവർ തെരുവിലിറങ്ങി ഇത്തരം മുദ്രാവാക്യങ്ങൾ മുഴക്കിയാൽ കേരളം അപകടകരമായ ഘട്ടത്തിലേക്ക് നീങ്ങും. കഴിഞ്ഞ കുറേ കാലമായി ഇവിടെ ഉയർന്നു പോകുന്ന ഒരു മുദ്രാവാക്യമുണ്ട്, ലീഗ് ഭരിക്കും കേരള മണ്ണിൽ. അതുതന്നെയാണ് ഏറെ അപകടകരമായ ഒരു മുദ്രാവാക്യം. P.K. കുഞ്ഞാലിക്കുട്ടിയെ ജനം കാണുന്നത് ഒരു മതേതര നേതാവായി. ആ മുഖം അദ്ദേഹം നിലനിർത്തണം. പാണക്കാട് തങ്ങൾ പ്രിയങ്ക ഗാന്ധിയെ വിളിച്ച് വിരട്ടിയാണ് വി.ഡി. സതീശനെ ഇവിടെ മുഖ്യമന്ത്രിയാക്കിയത് എന്ന തലത്തിലുള്ള വിശദീകരണങ്ങൾ ആദ്യം പുറത്തു വന്നത് ലീഗ് കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ. ഹൈന്ദവ സമുദായത്തിൽ നിന്ന് ഇക്കുറി വലിയ തോതിൽ വോട്ട് ചോർച്ചയുണ്ടായി LDF-ന്. ആ വോട്ടുകൾ ശേഖരിക്കാൻ വലിയ തോതിൽ UDF ക്യാമ്പിന് കഴിഞ്ഞു. എന്നാൽ അത് NDA-യിലേക്ക് BJP-യിലേക്ക് ഒഴുകിപ്പോകാൻ അധികകാലം വേണ്ട എന്ന യാഥാർത്ഥ്യം ഈ UDF നേതാക്കൾ മനസ്സിലാക്കണം. സതീശൻ പറയുന്നത് പോലെ ഇത് ടീം UDF ആണ്, അതല്ലാതെ ടീം മുസ്ലിം ലീഗല്ല. ചങ്ങനാശ്ശേരിയിലെ പോപ്പിൻ്റെയും കണിച്ചുകുളങ്ങരയിലെ നടേശൻ്റെയും ഔദാര്യത്തിലല്ല UDF വിജയിച്ചത്. ഇക്കാര്യം സമൂഹ മാധ്യമങ്ങളിൽ ചിലർ പ്രകോപനപരമായി കുറിക്കുന്നു. അതൊക്കെ വാസ്തവമായിരിക്കാം. എങ്കിലും സമൂഹത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കുന്ന മുദ്രാവാക്യങ്ങൾ അരുത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.